നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തെ ആകെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടാണ് ചൈനയിലെ വുഹാനിൽ നിന്നും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോൾ 28ഓളം രാജ്യങ്ങളിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 1000-ൽ പരം പേർ ഇപ്പോൾ മരണമടഞ്ഞിരിക്കുകയാണ്. എന്നാൽ രോഗബാധിതരായവരുടെ എണ്ണവും 60,000 കടന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ അതോടൊപ്പം തന്നെ കൊറോണ വൈറസിന്റെ വ്യാപ്തിയും പുറത്തേക്ക് വരികയാണ്. ഒപ്പം ഒത്തിരിയേറെ വ്യാജ വാർത്തകളും ഇതിനോടൊപ്പം പുറത്തു വരുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്നാണ് പറയുന്നത്. മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായി സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ചൈനയെ വൻ പ്രതിസന്ധിയിലാക്കിയ കൊറോണ വൈറസ് ബാധയെക്കുറിച്ച് നിരവധി വ്യാജ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളുമാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില വ്യാജ വാർത്തകൾ രാജ്യാന്തര മാധ്യമങ്ങൾ വരെ ഏറ്റുപിടിക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഏറ്റവും പുതിയ വ്യാജ വാർത്ത ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ചു മരിച്ചവരെ കൂട്ടത്തോടെ കത്തിക്കുന്നു എന്നതാണ്. ഇതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളും ചില ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ വാദം തെറ്റാണെന്ന മറുവാദവുമായി ചൈനീസ് അധികൃതർ രംഗത്തെത്തിയിരുന്നു. കൊറോണ വൈറസ് ബാധിച്ചതിനെ കുറിച്ചുള്ള വ്യാജ വാർത്തകളെ ലോകാരോഗ്യ സംഘടന ഇൻഫോഡെമിക് എന്നാണ് വിളിക്കുന്നത്. ഇതിനിടെ ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രങ്ങൾ വുഹാനിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ തെളിവുകളുമായി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. windy.com-ൽ നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ കാണിച്ചാണ് മൃതദേഹങ്ങൾ കത്തിക്കുന്നുണ്ടെന്ന വാദവുമായി രംഗത്തെത്തിയത്. വുഹാനിലും ചോങ്ഖിങ്ങിലും ഉയർന്ന അളവിൽ സൾഫർ ഡയോക്സൈഡ് കാണിക്കുന്നത് ഇത് കാരണമാണെന്നാണ് ഇവർ പറയുന്നത്. 2 നഗരങ്ങളിലുമാണ് കൊറോണ വൈറസ് വ്യാപകമായി ബാധിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ കത്തിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന വാർത്ത സൺ പത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു. കൊറോണ വൈറസ് മരണങ്ങൾ ചൈന മൂടിവെക്കുന്നതായാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം തന്നെ പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ വുഹാനിൽ മൃതദേഹം കത്തുന്നതിന്റെ വ്യാപ്തി കാണിക്കുന്നു എന്നും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു ബ്രിട്ടീഷ് പത്രം ഡെയിലി മിറർ ഒരു ചോദ്യചിഹ്നത്തോടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഈ നഗരങ്ങളിലെ ഉയർന്ന അളവിലുള്ള SO2 അസാധാരണമായ ശ്മശാന പ്രവർത്തനങ്ങളിൽ നിന്നാകാമെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഇത് മറ്റു മാധ്യമങ്ങളും പിന്തുടരുകയായിരുന്നു. ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ ഈ അവകാശവാദത്തെ എതിർത്ത് ചൈനയുടെ പരിസ്ഥിതി ഗുണനിലവാര മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. കാര്യങ്ങൾ സ്ഥിരീകരിച്ച ശേഷം windy.com പ്രസിദ്ധീകരിച്ച SO2 ഉയർച്ച ഒരു ഗുരുതരമായ വക്രീകരണമാണെന്നും അതിന്റെ സ്ഥിതി വിവര കണക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നും കണ്ടെത്തി എന്നതായിരുന്നു ചൈനീസ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. സൾഫർ ഡയോക്സൈഡ് ക്ലെയിം എവിടെ നിന്ന് വന്നു എന്നതാണ് മറ്റൊരു സംശയം. 16,000-ലധികം ഫോളോവേഴ്സ് ഉള്ള ട്വിറ്റർ അക്കൗണ്ടായ @intel.wave നിന്നുള്ള ഒരു ട്വീറ്റ് ഫെബ്രുവരി 8-ന് ആകർഷകമായ ഒരു ഇമേജിനൊപ്പം പോസ്റ്റ് ചെയ്തു. വുഹാനും ചോങ്ഖിങ്ങിനും സമീപം ഉയർന്ന തോതിലുള്ള SO2 കാണിക്കുന്നുണ്ടെന്നാണ് ഈ പോസ്റ്റിൽ അവകാശപ്പെടുന്നത്. ട്വീറ്റിന് പിന്നിലുള്ള വ്യക്തി SO2-ന്റെ ഉയർന്ന അളവ് വായനക്കാരന് തുറന്നു കൊടുക്കുന്നതിന് വ്യാഖ്യാനവും നൽകി. നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് മൃതദേഹങ്ങൾ കത്തിക്കുന്നതിൽ നിന്നാകാം SO2 അമിതമായി വരുന്നതെന്നും ട്വിറ്ററിൽ ഉള്ളടക്കത്തിലുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമമായ ദി എപ്പോക് ടൈംസിന് ചൈനീസ് ഉദ്യോഗസ്ഥനുമായുള്ള ലഭിച്ച ഒരു അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ വുഹാന്റെ ശ്മശാനം 24/7 പ്രവർത്തിക്കുന്നുവെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് പുറത്തുള്ള മറ്റ് വിദഗ്ധരും ഔദ്യോഗിക മരണസംഖ്യയുടെ കൃത്യതയെ ചോദ്യം ചെയ്യുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.